മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ടോട്ട്നാമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. യൂറോപ്പ് ലീഗ് ജയിച്ച ആൻജ് പോസ്റ്റെക്കോഗ്ലുവിനെ ടോട്ട്നാം ഒഫീഷ്യലായിട്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ അല്ലെങ്കിൽ മണ്ടത്തരമാണോ എന്ന് കാലം തെളിയിക്കട്ടെ. ആദ്യം തന്നെ ആൻജ് പോസ്റ്റെക്കോഗ്ലുവിന് വലിയൊരു താങ്ക്സ് പറയാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട് പോച്ചറ്റിനോ ട്രൈ ചെയ്തു, മൊറീഞ്ഞോ വന്നു, കോണ്ടെ വന്നു, ന്യൂനോ ട്രൈ ചെയ്തു. ഇവർക്കാർക്കും ഒരു ട്രോഫി ഡെലിവർ ചെയ്യാൻ ടോട്ട്നാമിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ആൻജ് പോസ്റ്റെക്കോഗ്ലു വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ സീസണിൽ യൂറോപ്പ ലീഗ് എന്ന കിരീടം സ്പേഴ്സിന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യുന്നത്. അതിനു വേണ്ടി പുള്ളിക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. താങ്ക് യു സോ മച്ച് ആൻജ് പോസ്റ്റെക്കോഗ്ലു. എൻ്റെ അഭിപ്രായത്തിൽ ഡാനിയൽ ലീവിയും എനിക്കും കാണിച്ച മറ്റൊരു മണ്ടത്തരമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാനേജർ ഒരു ഗ്ലോറി ട്രോഫി ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്ത സമയത്ത് പുള്ളിയെ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5-6 പ്രോപ്പർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വാങ്ങിക്കൊടുക്കുക, ഒരു 200-300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുപോലുള്ള ബേസിക് കാര്യമാണ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ക്ലബ്ബ് ചെയ്യേണ്ടത്. അതിന് പകരം ആ മാനേജറെ പിടിച്ച് സാക്ക് ചെയ്തിട്ട് മറ്റൊരു യെസ് മാൻ അപ്പോയിന്റ് ചെയ്തിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഡാനിയൽ ലീവിക്കും എനിക്കിനും താല്പര്യമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത്. ഞാൻ ആൻജ് പോസ്റ്റെക്കോഗ്ലുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സ്പേഴ്സിന്റെ ഇഞ്ചുറി ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് എല്ലാ പൊസിഷനിലും കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് സ്പേഴ്സിന് ഉണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ ആളില്ല, ഡിഫൻസിൽ ആളില്ല, ഒഫൻസിൽ ആളില്ല. പിള്ളേർ കളിച്ചിട്ടാണ് 5-6 മത്സരത്തിൽ നമ്മൾ തോറ്റുപോയത്. അതിന് ആൻജിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഈ ഡാനിയൽ ലീവി എന്ന് പറയുന്ന പാരസൈറ്റ് സ്പേഴ്സ് വിട്ടുപോകാതെ നമുക്ക് ഒരിക്കലും ഈ ക്ലബിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എനിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫണ്ടില്ല, പ്ലേയേഴ്സിനെ സെല്ല് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റൂ എന്നുള്ള ന്യൂസാണ് സ്പേഴ്സിന്റെ ക്യാമ്പിൽ നിന്ന് വരുന്നത്. ഇതെന്താണെന്ന് സൂചിപ്പിക്കുന്നത്? കാരണം നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫിക്കേഷൻ കിട്ടി, TV റവന്യൂ വരാൻ പോവുകയാണ്, യൂറോപ്യൻ ലീഗ് വിൻ ചെയ്തതിന്റെ പൈസ കിട്ടി. ആകെയുള്ള വേജ് ബില്ല് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100K മുകളിൽ വേജ് കൊടുക്കുന്നത് ആകെ 4-5 പ്ലേയേഴ്സിനാണ്. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് പ്രോഫിറ്റ് നേടുന്ന ഒരു 5 ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്പേഴ്സും ഉണ്ടാവും. വെൽ റൺ ക്ലബ്ബ്. അതുകൂടാതെ മറ്റ് ഇവന്റ്സുകൾ നോക്കിയാൽ, സീസൺ ടിക്കറ്റ് നോക്കിയാൽ, മെർച്ചൻഡൈസ് നോക്കിയാൽ, ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാർ വേൾഡ് വൈഡ് ഉണ്ട്. എന്നിട്ട് പോലും അത് സ്പെൻഡ് ചെയ്യാൻ ഈ ടീം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പൊ തോമസ് ഫ്രാങ്കിനെയാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡാനിയൽ ലീവിയുടെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അധികം പ്ലേയേഴ്സിനൊന്നും ആവശ്യമില്ല. ബ്രെൻഫോർഡിൽ നിന്ന് ചിലപ്പോൾ ഈ 14-15 എന്നാ പറയുന്നത് മില്യൺ കൊടുത്തിട്ട് ഒരു ആവറേജ് പ്ലേയേഴ്സിനെ മേടിക്കും, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നിന്ന് 2 പേരെ കൊണ്ടുവരും. തൽക്കാലം കണ്ണിൽ പൊടിയിട്ടിട്ട് 1-2 സീസൺ ഓടിക്കുക. ഇതിന് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തോമസ് ഫ്രാങ്കിനെ സാക്ക് ചെയ്യുക. റിൻസ് ആൻഡ് റിപ്പീറ്റ്. ഇത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത്. കാര്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റും ടോട്ട്നാമിലേക്ക് വരാൻ പോകുന്നില്ല. നമ്മൾ 1-2 പ്ലേയേഴ്സിനെ മേടിക്കും, എന്നിട്ട് അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വളരെ ഏർലി ആയിട്ട് തന്നെ പുറത്തു പോകും. ഈ ക്ലബിനെ ഒരു സക്സസ്ഫുൾ മോഡിലേക്ക് പോകാൻ വേണ്ടി ഈ 2 പേരും ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലബിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ആർടെറ്റയ്ക്ക് എന്ത് സംഭവിച്ചു? ആർടെറ്റ കപ്പ് അടിക്കാതെ തന്നെ പുള്ളിക്ക് ഫുൾ ബാക്കിംഗ് കിട്ടി. 200-300 മില്യൺ കൊടുത്തിട്ട് പ്ലേയേഴ്സിനെ മേടിച്ചു. 600ഓളം മില്യൺ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ടും ബോർഡ് ആർടെറ്റയെ ബാക്ക് ചെയ്യുന്നു. പോസ്റ്റെക്കോഗ്ലു സെക്കൻഡ് സീസൺ നമുക്കറിയാം, പുള്ളി കപ്പടിച്ചു. എല്ലാ ഫാൻസും ഒരു കപ്പിന് വേണ്ടിയിട്ട് 17 വർഷം വെയിറ്റ് ചെയ്തു, അത് ഡെലിവർ ചെയ്തു. ലീഗിലെ ഫോം മോശമാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്ത് പറയാനാണ്? ഈ ഒരു ക്ലബിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു സീസൺ കൂടി ആൻജ് പോസ്റ്റെക്കോഗ്ലു കൊടുക്കണമായിരുന്നു. ഈ കപ്പടിച്ചതിന്റെ പേരിലെങ്കിലും ഒരു 100-200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ടീമിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാൻ ഈ ബോർഡിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അട്ടർ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ പിന്നിൽ
ആ ഡാനിയൽ ലീവിയുടെ കറുത്ത കൈകളുണ്ട്. പുള്ളി മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ എടുത്തത്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് കോണ്ടനെ സാക്ക് ചെയ്ത് പുള്ളി ബോർഡിനെതിരെ പറഞ്ഞു പുള്ളിനെ സാക്ക് ചെയ്തു. മൊറീഞ്ഞോനെ സാക്ക് ചെയ്തു. ഒരു കപ്പ് ഫൈനലിന്റെ കുറച്ച് ദിവസം മുമ്പാണ് മൊറീഞ്ഞോനെ സാക്ക് ചെയ്യുന്നത്. എന്തിനാണ് സാക്ക് ചെയ്തത്? അതും പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള ഡിസിഷൻസ് ആണ് ഒരു ക്ലബിനെ കില്ല് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ഏതെങ്കിലും വേറെ ആരെങ്കിലും ഓണർ വന്നിട്ട് ഈ ക്ലബ്ബ് ടേക്ക് ഓവർ ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. റിയലി ബാഡ് ന്യൂസ് ഫോർ സ്പേഴ്സ് ഫാൻസ്. പുള്ളിയുടെ ടാക്ടിക്കൽ അപ്രോച്ചിനെ നമ്മൾ കുറ്റം പറയാറുണ്ട്. പുള്ളി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനേജറാണ്. അതൊക്കെ ശരി തന്നെ. ഇപ്പൊ കപ്പ് അടിച്ചിട്ടുള്ള സിറ്റുവേഷനിൽ പുള്ളിനെ ഒരു സീസൺ കൂടി ബാക്ക് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ ബോർഡ് കാണിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഫാൻസിന്റെ തലക്കടിച്ചിട്ട് കണ്ണിൽ പൊടിയിട്ട് മുമ്പോട്ട് പോകാനാണ് എനിക്കും ഡാനിയൽ ലീവും ശ്രമിക്കുന്നത്. പുള്ളിനെ ഏത് വിധേനയും പുറത്താക്കേണ്ടത് ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് പോസ്റ്റെക്കോഗ്ലുവിനെ പുറത്തു പോകാൻ പറയുന്ന, ഡാനിയൽ ലീവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ഫാൻസ് നമുക്കുണ്ട്. അവരാണ് ഈ ക്ലബിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പലപ്പോഴും ആന്റിനെതിരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി ഡെലിവർ ചെയ്തു, ടോപ്പ് 4 കിട്ടി, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു. പുള്ളീനെ ബാക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം 100% ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവരുന്നത് മറ്റൊരു സൂയിസൈഡൽ മൂവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും റിയലി ഡിസപ്പോയിന്റഡ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.